2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കാൻ പോവുകയാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ UBSന്റെ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇപ്രാവശ്യം ബഡ്ജറ്റിന് ഇക്വിറ്റി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് റെസ്പോൺസ് നൽകാനാണ് സാധ്യത. അതിനുള്ള പ്രധാന കാരണം ഗ്രോത്ത് പ്രയോറിറ്റീസ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും സ്ട്രിക്റ്റ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ് പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ് പിടിമുറുക്കുമ്പോൾ അത് ബഡ്ജറ്റിലുള്ള ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റെസ്പോൺസിനെ തണുപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 11 ട്രില്യൺ രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നു ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറിലും ഈ 11 ട്രില്യൺ രൂപയുടെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സെക്ടറുകളെ അത് പ്രതികൂലമായി ബാധിക്കും. കാരണം ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക്, പ്രത്യേകിച്ചും ഹെവി അസറ്റ് ബിസിനസ് കമ്പനികൾക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി ഓർഡറുകൾ അത്യാവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും കമ്പനികൾക്ക് ലഭിക്കുന്ന ഓർഡറുകൾ. ബേസിക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ കമ്പനികൾക്ക് നിലനിൽക്കണമെങ്കിൽ ഉയർന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത്യാവശ്യമാണ്. ഇതുതന്നെയാണ് ഈ ബഡ്ജറ്റിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഇനി ബഡ്ജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ കൂടി മനസ്സിലാക്കാം. 2026 ഫിനാൻഷ്യൽ ഇയറിൽ 10.5% ഇയർ ഓൺ ഇയറിലുള്ള നോമിനൽ GDP ഗ്രോത്താണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. റവന്യൂ കളക്ഷൻ 11.5 മുതൽ 12% ഇയർ ഓൺ ഇയറിൽ വളർച്ച കൈവരിക്കുമെന്നും UBSന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓവറോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 18% നിന്നും 22% ഉയരുകയും ചെയ്യും. ബോണ്ട് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ബോണ്ട് മാർക്കറ്റ് കൂടുതൽ വീക്ക് ആകാനാണ് സാധ്യത. ഫിസ്ക്കൽ കൺസോളിഡേഷൻ, രൂപയുടെ വോളറ്റിലിറ്റി, RBIയുടെ റോബസ്റ്റ് ഫോറക്സ് റിസർവ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ ബോണ്ട് ഈൽഡ് 6.25% ഇടിഞ്ഞേക്കാം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാർക്കറ്റ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ സ്പെൻഡിങ് ആൻഡ് റീഫോംസിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് തന്നെയായിരിക്കും. UBSന്റെ റിപ്പോർട്ട് പ്രകാരം ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഗ്രോത്ത് മെഷേഴ്സിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബഡ്ജറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് NBCC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8.62% ഉയർന്ന് 95 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 54.13, ഡിവിഡൻഡ് ഈൽഡ് 0.4%, 52 വീക്കിലോ 56, 52 വീക്ക് ഹൈ 139. NBCC എന്ന കമ്പനി ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള ലാൻഡ് ആൻഡ് എർത്തിങ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 50,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ബുക്ക് ഉള്ളൊരു കമ്പനിയാണ്. സ്റ്റോക്ക് 20-day 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. റീസെൻ്റ്ലി കമ്പനിക്ക് പല ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ട്. NBCCക്ക് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും ലക്നൗ ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി 3,500 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ RSI 58-ന് മുകളിലാണ്. ഇത് സ്റ്റോക്ക് ഓവർ സോൾഡും ഓവർ ബോട്ട് സോണിലും അല്ല എന്നുള്ള സൂചന നൽകുന്നുണ്ട്. NBCC എന്ന സ്റ്റോക്കിന് 80-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് 95-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 100 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 100, 105 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ 110, 120 തുടങ്ങിയ ഹൈ ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഡിഫൻസ് സെക്ടറിലെ ഒരു കമ്പനിയായ BDL അല്ലെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6.37% ഉയർന്ന് 1,277-നടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 46,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 84.78, ഡിവിഡൻഡ് ഈൽഡ് 0.41%. 52 വീക്ക് ആയി 1,794, 52 വീക്ക് ആയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് BDL എന്ന സ്റ്റോക്ക്. റീസെൻ്റ്ലി BDL എന്ന കമ്പനിക്ക് ഇന്ത്യൻ നേവിക്ക് ആവശ്യമായ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സപ്ലൈ ചെയ്യാനുള്ള
1200 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചിരുന്നു. ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് കേപ്പബിലിറ്റീസും അഡ്വാൻസ്ഡ് മിലിറ്ററി ടെക്നോളജിയും ലോക്കലി ഡെവലപ്പ് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിൻ്റെ ബെനിഫിറ്റും ലഭിക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 16% ഇടിഞ്ഞ് 122 കോടിയായി ചുരുങ്ങുകയും റവന്യൂ 11% വർദ്ധിച്ച് 544 കോടിയായി ഉയരുകയും ചെയ്തിരുന്നു. അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ മികച്ച വർധന ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ BDL എന്ന സ്റ്റോക്കിനെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലിയും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. 1300 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. 1300 എന്ന ലെവലിനെ സ്റ്റോക്ക് സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ BDL എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. 1300 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 1500 വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. ഇവിടെ 1100, 1000 തുടങ്ങിയ സപ്പോർട്ട് പ്രൈസുകളെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്